തൃക്കാക്കര സഹകരണ ആശുപത്രിയോട് ചേർന്ന മാലിന്യ കൂമ്പാരം മൂലം പൊറുതിമുട്ടി രോഗികൾ. മെട്രോ നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങളും നഗരസഭയിലെ ഭക്ഷണാവശിഷ്ടങ്ങളും തള്ളുന്നത് ഇവിടെയാണ്. കഴിഞ്ഞ ദിവസം മലിനജലം ആശുപത്രി മുറ്റത്തേക്ക് ഒഴുകിയെത്തിയിരുന്നു. 4.5 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നതാണ് തൃക്കാക്കര സഹകരണ ആശുപത്രിയോട് ചേർന്ന മാലിന്യ കൂമ്പാരം. അവിടെയാണ് മെട്രോ നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങൾ തള്ളുന്നത്. എന്നാൽ അശാസ്ത്രീയമായ ഈ നടപടി സ്വാഭാവികമായി ഇവിടെ ഉണ്ടായിരുന്ന കനാലിനെ മൂടിക്കളഞ്ഞു. ഇതോടെ ബ്രഹ്മപുരത്തിന് സമാനമായി മാറി ഈ പ്രദേശം. നഗരസഭയുടെ ഭക്ഷണാവശിഷ്ടങ്ങളും താൽക്കാലികമായി നിക്ഷേപിക്കുന്നത് ഇവിടെയാണ്. ഇതോടെ പ്രശ്നം കൂടുതൽ ഗുരുതരമായി. മഴക്കാലമായതോടെ മലിനജലം കെട്ടിനിന്ന ആശുപത്രിയുടെ പ്രവർത്തനത്തെയും ബാധിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം മലിനജലം ആശുപത്രി മുറ്റത്തേക്കും ഒഴുകിയെത്തി. പലതരം രോഗങ്ങൾ പെരുകാൻ കാരണമാകുന്നതാണ് ഈ വെള്ളം. മെട്രോ ഡ്രിൽ ചെയ്യുന്ന വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിടാനായിട്ട് കളക്ടർ അനുവാദം കൊടുത്തതിനെ തുടർന്ന് വളരെ ഹരിതാപമായിരുന്ന ഈ സ്ഥലം മുഴുവൻ നശിച്ചു പോവുകയും വളരെ രൂക്ഷമായ ദുർഗന്ധം ഇവിടെ വരുന്ന ആളുകളെയും രോഗികളെയും നമ്മുടെ ഡോക്ടർമാർക്കൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. കുന്നുകളൊക്കെ ലെവൽ ചെയ്തിട്ട് നല്ല മണ്ണ് അതിൻ്റെ മേൽ വിരിച്ചാൽ മാത്രമേ ഇവിടെ ഈ പ്രശ്നം പരിഹാരമാവുകയുള്ളൂ. നിരവധി തവണ ആശുപത്രി അധികൃതർ പരാതികൾ നൽകിയിട്ടും ഫലമുണ്ടായില്ല. ഇപ്പോഴത്തെ മാലിന്യ കൂമ്പാരത്തിന് കീഴിൽ പഴയ കനാലുണ്ട്. അതിലൂടെയാണ് നേരത്തെ തൃക്കാക്കര ഭാഗത്തെ മലിനജലം മുഴുവൻ ഒഴുകിപ്പോയിരുന്നത്. ഇവിടുത്തെ നാച്ചുറൽ ഡ്രെയിനേജ് ബ്ലോക്ക് ചെയ്തതാണ് ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം. അത് പുനഃസ്ഥാപിക്കുകയാണിത്. ഉടനെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. ഈ പ്ലാസ്റ്റിക് കിടക്കുന്നതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലീച്ചേറ്റാണ് ഈ ദുർഗന്ധത്തിന് വളരെയധികം കാരണമായിട്ടുള്ളത്. ദുർഗന്ധം കാരണം ആശുപത്രിക്ക് അകത്തോ മുറ്റത്തോ പരിസരത്തോ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രോഗികൾ താമസിക്കുന്ന പല മുറികളിലും വെന്റിലേഷൻ അടക്കേണ്ടി വരുന്നു. ദിവസേന 100 കണക്കിന് രോഗികൾ വരുന്ന ഇടമാണ് തൃക്കാക്കര സഹകരണ ആശുപത്രി. ഇവിടേക്ക് മൂക്കും പൊത്തി വന്ന് പുതിയ രോഗവും കൊണ്ട് തിരികെ പോകേണ്ട അവസ്ഥയാണിപ്പോൾ. അശാസ്ത്രീയമായ തീരുമാനവും അത് നടപ്പിലാക്കാൻ കൃത്യമായ മേൽനോട്ടവും ഇല്ലാതിരുന്നതാണ് ഇത്ര വലിയ മാലിന്യ കൂമ്പാരം ഇവിടെ രൂപപ്പെടാൻ കാരണം. അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതോ ഇവിടുത്തെ പാവങ്ങളായ രോഗികളും. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.